ഹലോ, വെൽക്കം ബാക്ക് ടു നെഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്കൊരു കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂടത്ത് നമുക്ക് നല്ലൊരു ഉന്മേഷം തരുന്നൊരു വെറൈറ്റി ഡ്രിങ്കാണിത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കാൻ. അപ്പോൾ പച്ചമാങ്ങ ജ്യൂസാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 വ്യത്യസ്ത രീതിയിലാണ് പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കറുവപ്പട്ടയാണ് കേട്ടോ, ഒരു ചെറിയ പീസ് കറുവപ്പട്ട ചേർക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പച്ചമാങ്ങ ജ്യൂസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരം വേണ്ടി വരും. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ജ്യൂസ് നല്ല പോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു കറുവപ്പട്ടയുടെ ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളിനി പച്ചമാങ്ങ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഒന്ന് ചേർത്ത് വെക്കോണ്ടി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനെടുത്ത മാങ്ങ പച്ചമാങ്ങയാണെങ്കിലും നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ജ്യൂസിന് നല്ല യെല്ലോ കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല പച്ച കളറിൻ്റെ ജ്യൂസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പച്ച കളറിലുള്ള മാങ്ങ എടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ടൈപ്പിലുള്ള പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ ഞാൻ ഗ്ലാസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ടൈപ്പിലുള്ള നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പിലുള്ള പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാങ്ങയുടെ തൊലിയൊന്നും കളയാതെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തൊലി കളയാതിരുന്നത്. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ചേർക്കുന്നത് 2 ഏലക്കയാണ് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയതിൽ നിന്ന് ഒരു പീസും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ജ്യൂസിന്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മാങ്ങ ഇപ്പോൾ ഇവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പച്ചമുളകും ഉപ്പുമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഈ ജ്യൂസിന്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ചൊരു ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്ത മാങ്ങ നല്ല മഞ്ഞ കളറുള്ള മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രീൻ കളർ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസ് ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ പഞ്ചസാരയൊക്കെ വെച്ചാണ് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. എരിവും പുളിയും ഉപ്പും മധുരമൊക്കെ ചേർന്നൊരു ജ്യൂസാണ് ഇത്. അപ്പോൾ ഈ ജ്യൂസിനെ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് വെള്ളത്തിൽ കുതിർത്തതും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ കസ്കസ് ചേർക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റുമാണ്, മാത്രമല്ല കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ കസ്കസ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 ടൈപ്പിലുള്ള പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഔട്ട്രോ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു പുതിയ ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ട്രെൽ എന്നാണ് കേട്ടോ ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും, ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലും പോയിട്ട് ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം ട്രെൽ കമ്മ്യൂണിറ്റി ഒന്ന് ഓപ്പൺ ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൽ ഷോപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ പോയിട്ട് നെഹ ഫുഡ് സ്റ്റോറീസ് എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ ട്രെൽ എന്ന ആപ്പിൽ നെഹ ഫുഡ് സ്റ്റോറീസ് എന്ന പേരിൽ ഞാനൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല അടിപൊളി വെറൈറ്റി ഫുഡ് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബിലിടുന്ന വീഡിയോസൊക്കെ ഇനി ഞാൻ അതിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ തന്നെ ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നെഹ ഫുഡ് സ്റ്റോറീസ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല നല്ല കിടിലൻ റെസിപ്പികളാണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.